അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹുസൈനാജിയുടെ മകൻ ഗൾഫിൽ നിന്ന് വന്നു. മകൻ വന്ന പാടെ ഹുസൈനാജി പറഞ്ഞത് ഇതായിരുന്നു: മോനെ ഹസ്കറെ, ഞമ്മക്ക് വേഗം കല്യാണക്കാര്യത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കട്ടോ. ഉപ്പ, അതിപ്പോഴന്നെ നോക്കണോ? അതിൻ്റെ ആവശ്യമില്ലല്ലോ, കുറച്ച് കഴിഞ്ഞിട്ടാവാം. എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാറുണ്ട്. എന്ത് കാര്യം? എനിക്ക് എന്ത് കാര്യമാണ് ചെയ്തു തീർക്കാനുള്ളത് ഇവിടെ? ഉപ്പ, ഞാൻ ഒരിക്കൽ കൂടി പോയി വന്നിട്ട് ആക്കാം. എനിക്ക് എൻ്റെ ചങ്ങായിമാരൊപ്പം ജോലി അടിച്ച് നടന്ന് മതിയായിട്ടില്ല. അത് പറഞ്ഞാൽ മതി. ഇനിയിപ്പോൾ ഇവിടെ എത്തിയാലും തന്നെ എന്നെ വീട്ടിൽ കാണൂലല്ലോ. ഇത് തൻ്റെ എടുക്കലല്ലേ ചെക്കന്മാരൊപ്പം? അതിനല്ലേ? എന്താണ് എൻ്റെ ഉദ്ദേശം? ഞാൻ ഇപ്രാവശ്യം പെണ്ണ് കെട്ടണില്ല, അടുത്ത പ്രാവശ്യം നോക്കാം. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്നെങ്ങനെ കാത്തു നിന്നിട്ടില്ലേ? ഉപ്പാക്ക് ആകെ നിരാശയായി. ഹുസൈനാജി മജീദിനെ വിളിച്ചു പറഞ്ഞു: മജീദേ, ജി നമ്മളെ ചെറുക്കനൊന്ന് നന്നാക്കി എടുക്കട്ടോ. ഓനെ പെണ്ണ് കെട്ടാൻ പറഞ്ഞിട്ട് അതിമക്കൊരു കൂട്ടേ ഇല്ല. ഇനിയിപ്പോൾ ആ കുട്ടീനെ ആരെയും കെട്ടിക്കൊണ്ടായാലും നമുക്കത് നഷ്ടാവൂലേ? ഓനോടൊന്നും പറഞ്ഞ് മനസ്സിലാക്കി, പത്തര മാറ്റുള്ള കുട്ടിയാണ്, അങ്ങനെ എങ്ങനെയാണെന്ന് അതിനെ വേം. പിന്നെ മറ്റേ കാര്യം പറയണ്ടട്ടാ, ആ കുട്ടീനെ രണ്ടാമത്തെ കല്യാണമെന്ന് വെച്ച് പറയേ വേണ്ട. അതിനെക്കുറിച്ചൊരു വാക്കും ഉണ്ടണ്ട. ഇനിയിപ്പോൾ അഥവാ അങ്ങനെ അറിയാൻ ചാൻസ് ഒന്നുമില്ല, അറിഞ്ഞാൽ തന്നെ അതിനുള്ള മറുപടി ഞാൻ ഓനെ കൊടുത്തോണ്ട്. എങ്ങനെയെങ്കിലും ജോനൊന്ന് പറഞ്ഞ് സെറ്റാക്കി എങ്ങനെയെങ്കിലും ലത്തീഫിൻ്റെ പെണ്ണിനെ നമ്മളെ പെരേക്ക് ഇങ്ങോട്ട് എത്തിക്കണം. അതിന് ഇനിയിപ്പോൾ എന്ത് തന്നെ കൊടുക്കാൻ ഓല് ചോദിക്കുകയാണെങ്കിലും ഇനി കൊടുക്കാൻ ഞാൻ റെഡിയാണ്. എങ്ങനെയെങ്കിലും ആ കുട്ടീനെ ഇവിടെ എത്തിച്ചാൽ മതി. ആചാര്യെ, നിങ്ങളെ മോൻ്റെ ഫോൺ നമ്പർ നിങ്ങോട്ട് തരി. ആ കാര്യം നമ്മളേറ്റു. ഓനെ എങ്ങനെ വെച്ചാൽ നമ്മൾ സെറ്റാക്കി എടുത്തോളാം. നമുക്ക് അതിനൊരു പഞ്ചുമില്ല. എന്നാ ഫോൺ നമ്പർ ഞാൻ അയക്കാൻ എൻ്റെ വാട്സപ്പ് കണ്ട് വിട്ടിക്കണ്. അതുകൊണ്ട് വിളിച്ച് റെഡിയാക്കിക്കൂടെ? എങ്ങനെയെങ്കിലും നമുക്ക് മാണേ ഒഴിവാക്കി കളയാൻ വെജായിട്ടാണ്. ഗൾഫിൽ നിന്ന് വന്ന പാടനെ കൂട്ടുകാരോടൊപ്പം ഇറങ്ങിയിരിക്കുന്നു മകൻ അസ്കർ. ബ്രോക്കർ അതാ അവൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു. ഹലോ, അസ്കർ അല്ലേ? ആചാര്യ മോനല്ലേ? എനിക്ക് മനസ്സിലായാ? ഇല്ല, എനിക്ക് മനസ്സിലായിട്ടില്ലല്ലോ. ആരാണിത്? അതൊക്കെ ഉണ്ട്. എൻ്റെ ഉപ്പാൻ്റെ ഒരു ചെങ്ങായെന്ന് ഞാൻ കൂട്ടിക്കോ. പിന്നെ കുട്ടിയെ, ഇപ്പോഴത്തെ കാലമാണ്. ഞാനിവിടെ ആദ്യം തന്നെ കുറച്ച് ഉപദേശം പറഞ്ഞുതരാം. ഇപ്പോഴത്തെ കാലം എന്ന് വെച്ചാൽ എന്താ, പെൺകുട്ടികളെ കിട്ടാനില്ല. ഇപ്പോൾ എത്രയോ ആണുങ്ങൾ എന്നോട് ചോദിച്ചിരിക്കണം, എത്ര ആൺകുട്ടികൾക്കും വേണ്ടി പെണ്ണന്വേഷിക്കാൻ. പക്ഷേ ഒരു പെൺകുട്ടികൾ ഇപ്പോൾ റെഡിയാണില്ല കല്യാണത്തിന്. ഓല് പഠിക്കുകയാണ്. പഠിച്ച് ജോലിയായിട്ടേ ഞങ്ങളിനി കല്യാണത്തിനുള്ളൂ. ഇപ്പോൾ പഴയ പോലെ അല്ല മോനെ, ആരും കിട്ടണില്ലേ. കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആദ്യം എന്നോടൊരു കാര്യം പറഞ്ഞുതരാം. ഇജേ, ഇങ്ങനത്തെ വരവിന് കാത്തുക്കാതെ വേഗം ഒന്ന് പെണ്ണ് കണ്ട് സെറ്റാക്കി നിക്കാഹെങ്കിലും കഴിച്ചിട്ട് പോയിക്കോ. ഇങ്ങോട്ട് വന്നിട്ട് കല്യാണം ആക്കാം. എന്താ നിങ്ങളീ പറയണത്? ഞാൻ ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് തന്നെ ഇല്ലല്ലോ. എന്തിപ്പോൾ ഇത്ര നിർബന്ധം നിങ്ങൾക്കൊക്കെ? അതല്ല കുട്ടിയെ, ഞാൻ പറഞ്ഞ ഇജൊന്ന് കേട്ടാൽ മതി. പിന്നെ ഇഞ്ഞിജ് 1.5 കൊല്ലം കഴിഞ്ഞ് വരുമ്പോഴത്തേന് എന്താവും? എനിക്ക് കുറച്ച് പ്രായം കൂടും. പിന്നെയെന്ന് വെച്ചാൽ എപ്പോഴത്തെ മൊഞ്ച് അന്ന് എനിക്ക് ഉണ്ടാവില്ല. പ്രായം കൂടുന്നതനുസരിച്ച് എന്താവും? മൊഞ്ച് കുറഞ്ഞു വരും. അതുമല്ല, പെൺകുട്ടികളെ തീരെ കിട്ടാതാവും. ഇപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ വലിയ വലിയ കോഴ്സ് എടുത്താണ് എല്ലാവരും പഠിക്കണത്. ചെറിയ കോഴ്സൊന്നുമല്ല, എല്ലാ പെൺകുട്ടികൾക്കും വേണ്ടത് പ്രൊഫഷണൽ കോഴ്സാണ്. ചെറിയ രീതിയിലൊന്നും കുട്ടികൾക്ക് വേണ്ടന്നെ. എല്ലാ കുട്ടികളും നല്ല നല്ല കോഴ്സ് എടുത്ത് പഠിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പഠിച്ച് പോയി കഴിഞ്ഞാൽ 5 കൊല്ലമാണ് കണക്ക്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തലക്കൊന്നും ഒരു കല്യാണം നിക്കാഹ് ഒന്നും പറഞ്ഞാൽ ഓരോ തിരിയില്ല. ഞങ്ങളെ പഠനം പൂർത്തിയാക്കിയിട്ടേ കല്യാണത്തിനുള്ളൂ. അല്ലാതെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് കല്യാണം വേണ്ടെന്ന് പെൺകുട്ടികളെ മുറിച്ച് പറഞ്ഞ കുട്ടിയേച്ച് കുടുങ്ങിയില്ലേ? പിന്നെ എനിക്ക് എവിടുന്ന് പെണ്ണ് കിട്ടും? ഒന്ന് നല്ലോ ആലോചിച്ചോ. ഈ കാക്കാൻ്റെ വാക്ക് ചെന്ന് ഓർത്തോ. നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞത് കേൾക്കാറില്ല ഈ കാര്യമൊക്കെ? നിങ്ങളോട് ഇപ്പോൾ ആരപ്പോൾ ഇതിന് നടക്കാൻ പറഞ്ഞത്? എൻ്റെ കാര്യത്തിന് ഇപ്പോൾ നിങ്ങളെന്തെങ്കിലും ഇടപെടണേ? ഞാൻ എൻ്റെ ഇഷ്ടം പോലെ നടന്നോട്ടെ. പൊന്നാര കുട്ടിയെ, ആചാര്യ മോനാണ്. എനിക്കുണ്ടാവും കുറച്ചൊക്കെ അഹങ്കാരമൊക്കെ. കാരണം എന്താ, ഇഷ്ടം പോലെ സ്വത്തിന് ഉടമസ്ഥനാണല്ലോ എൻ്റെ ബാപ്പ. അതെ, എൻ്റെ ബാപ്പ അങ്ങനെയാണ് വിചാരിച്ചിട്ട് എനിക്കിപ്പോൾ എന്താ ബന്ധം? ഞാൻ എൻ്റെ ഇഷ്ടം പോലെയാണ് ജീവിക്കണത്. എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് പണം ചിലവഴിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഗൾഫിൽ പോയതും. അല്ലാതെ ശരിയാണ് കുട്ടിയെ, എൻ്റെ ചിലവുകൊണ്ടൊന്നും എൻ്റെ വീട്ടുകാർ കഴിയേണ്ട ആവശ്യമില്ല. അതൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ പറയണത്, എൻ്റെ കുട്ടിക്ക് നല്ലൊരു പെൺകുട്ടിനെ ഞാൻ കണ്ടു വച്ചേക്കണം. ഇത് ഒരിക്കലും തട്ടിക്കലരുത്. പൊന്നാര കുട്ടി എന്നോട് പറയാനേ, നല്ല പത്തര മാറ്റുള്ള മണി പോലത്തെ പെൺകുട്ടിയാണ്. അതേ,
ഒരു വട്ടം നമ്മളാണ് നോക്കുള്ളൂ, പിന്നെ നമുക്ക് ആ കണ്ണിന് എടുക്കാൻ തോന്നില്ല. അജ്ജാതി രസം. അങ്ങനെയുള്ള പെൺകുട്ടികൾ ഈ പരിസരത്തും ഈ നാട്ടിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. എല്ലാം കൊണ്ടും നല്ല കുട്ടി. എന്തേ പൊന്നാര കാക്ക, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പൂതിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ അതിനെക്കുറിച്ച് തീരെ ചിന്തിച്ചിട്ടില്ല. എനിക്കൊരു കല്യാണത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒന്നും ഞാൻ വിചാരിച്ചിട്ടല്ല ഞാൻ വന്നത്. ഇപ്രാവശ്യം കൂടി എൻ്റെ ചങ്ങായിമാരൊപ്പം ഒന്ന് എനിക്ക് അടിച്ച് പൊളിച്ച് ജീവിക്കണം. അത് കഴിഞ്ഞിട്ട് പെണ്ണുങ്ങൾ കെട്ടിയാൽ ഇപ്പോൾ അതൊന്നും നടക്കൂല. കുറച്ചൊക്കെ ഓല കെയർ ഓഫിലൊക്കെ ഇങ്ങനെ നിൽക്കേണ്ടി വരും. അത് എന്നെക്കൊണ്ടിപ്പോൾ പറ്റാത്തതുകൊണ്ടാണ്. ദയവായി പ്ലീസ് ഇപ്പോൾ ഈ കാര്യത്തിൻ്റെ പിന്നാലെ നിങ്ങൾ വരരുത്. അസ്കറേ, എൻ്റെ ബാപ്പ എന്നോട് ഈ കാര്യം പറഞ്ഞപ്പോഴും എനിക്കറിയില്ല. എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാനത് പറയണത്. എങ്ങനെങ്കിലും ആ പെൺകുട്ടിനെ ഒന്ന് പോയി കണ്ട് ഒന്നിങ്ങോട്ട് നിക്കാഹ് കഴിച്ച് കൊടുന്നാളേ. ഇജ്ജ് പറഞ്ഞാളാ, ഞാൻ എനിക്കിപ്പോൾ ലീവില്ല, ഞാൻ ഗൾഫൊക്കെ തിരിച്ചു പോകണം, അപ്പോൾ ഇപ്പോൾ കല്യാണം നടക്കൂല, എന്നാൽ നിക്കാഹെങ്കിലും കഴിച്ചിട്ട് പോവുകയാണെങ്കിൽ പൊയ്ക്കോ. ഇനിയിപ്പോൾ നിക്കാഹ് കഴിച്ചിട്ട് വീട്ടിൽ നിന്നില്ലെങ്കിലും വേണ്ടില്ല. ആ പെണ്ണിനെ ഒന്ന് സ്വന്തമാക്കാനേ നല്ലൊരു കിട്ടണം. നിങ്ങളെ തറവാട്ടിക്ക് പറ്റിയ പെൺകുട്ടിയുണ്ടെങ്കിൽ എല്ലാം കൊണ്ടും. എന്താന്നാ ഇനി ഇങ്ങനത്തേനെ കിട്ടൂല കേട്ടോ. ഇനിയിപ്പോൾ പറഞ്ഞില്ലാന്ന് വേണ്ട, അടുത്ത പ്രാവശ്യം വരുമ്പോൾ പെണ്ണുങ്ങളെ കിട്ടൂല. ഇപ്പം തന്നെ കിട്ടണമല്ലേ, ഇതിനെ തന്നെ കിട്ടുമോ സംശയമാണ്. പക്ഷേ എനിക്ക് ആ കുട്ടീനെ കണ്ടപ്പോഴേ വല്ലാത്തൊരു പൂതി. നമ്മൾ ആജിയുടെ മോനെ കൊണ്ട് തന്നെ കെട്ടിക്കണമെന്ന്. ഓനക്ക് അത് നല്ല ഇഷ്ടപ്പെടും, ഓനക്ക് പറ്റിയ കുട്ടിയാണ് എന്നൊക്കെ. പൊന്നാര കാക്ക, നിങ്ങൾ പറഞ്ഞതിന് മാത്രം സൗന്ദര്യം ഇപ്പോൾ എനിക്കില്ലല്ലോ. നിങ്ങൾ അത്ര സൗന്ദര്യമുള്ള കുട്ടീനെ കണ്ടുവെച്ചിരിക്കണമെങ്കിൽ എനിക്കും വേണ്ട കുറച്ച് സൗന്ദര്യം. എനിക്കെന്താ ഒരു കുറവ് ഉണ്ട്. പക്ഷേ ആ കുട്ടിക്ക് അനുസരിച്ചില്ലാഞ്ഞാൽ ഒപ്പം നടക്കുമ്പോൾ ആൾക്കാരെന്തേലും പറയില്ലേ? അങ്ങനൊന്നും പറയില്ല. ഇജൊന്ന് സമ്മതം മൂളിയാൽ മതി. നമുക്ക് നാളെ തന്നെ അല്ലെ ഇന്ന് തന്നെ കാണാൻ പോകാം. അസ്കർ അത് കേട്ട് ഒന്നും മിണ്ടിയില്ല. പിന്നെ വേറൊന്നും ഞാൻ ആലോചിച്ചിട്ടാ, നിങ്ങൾക്ക് പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. സ്വത്തും മുതലും ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അതൊക്കെ കുറച്ച് കുട്ടിയാണെങ്കിൽ കുട്ടി നല്ല പത്തരം മാറ്റി തങ്കപ്പെട്ട 916 എന്നൊക്കെ പറയില്ലേ, അതാണ് കുട്ടി. എന്തേ എൻ്റെ അഭിപ്രായം ഒന്ന് ഇജ്ജ് പെട്ടെന്ന് അറിയിക്കുക. അല്ലെങ്കിലോ ഞാൻ അതാ വേറെ എത്രയോ ചെക്കന്മാരുണ്ട് പെണ്ണ് കെട്ടാൻ കാത്തു നിൽക്കണം, എത്രയോ എന്നോട് പറഞ്ഞത്. പക്ഷേ ഓൽക്കൊന്നും ഇവളെ ഞാൻ വിട്ടു കൊടുക്കൂല. ഇവളെ എനിക്ക് വേണ്ടി ഞാൻ കണ്ടച്ചാണ്. നിങ്ങളെ തറവാട്ടിക്ക് പറ്റിയ കുട്ടി ആയതുകൊണ്ടാണ് ഞാൻ അത് അങ്ങനെ പറഞ്ഞു വെച്ചേക്കണം, ഒരാൾക്കും കൊടുക്കാതെ. അല്ലെങ്കിൽ എത്രയോ ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ട്. ഇതാ എൻ്റെ സമ്മതത്തിന് വേണ്ടി, എൻ്റെ സമ്മതം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാനിതാ പെട്ടെന്ന് തന്നെ ഓൾക്ക് പറഞ്ഞു കൊടുക്കും. എൻ്റെ പൊന്നാര കാക്ക, ഞാൻ ആലോചിക്കാത്ത വിഷയങ്ങൾ എൻ്റെ മേത്ത് കൊടുത്തിട്ടിട്ട് എനിക്ക് പാകെ ടെൻഷനായല്ലോ. ഞാനിപ്പോൾ എന്താ ചെയ്യുക? ഇതൊന്നും ആലോചിച്ചിട്ടുണ്ട്. ഇത് സമ്മതം മൂളിയാൽ മതി. എൻ്റെ ഇപ്പം ഇന്ന് തന്നെ പോര് പെരീക്ക്, നമുക്ക് കാണാൻ പോവാലോ. അസ്കർ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം പരുങ്ങുകയാണ്. എന്നാ കുട്ടിയെ ഞാൻ ഫോൺ വെക്കണം, എൻ്റെ ഇഷ്ടം പോലെ എന്താ വെച്ചാൽ കാട്ട്. ഇനിയിപ്പോൾ ഇനി പറ്റുകയാണെങ്കിലും പറ്റൂലെങ്കിൽ ഈ പറയേ, അല്ലെങ്കിൽ വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കാനാണ്. പിന്നെ ഇനിയിപ്പോൾ നോറൊഴിച്ചിട്ട് കാര്യമില്ല കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം എന്നോട് കാക്ക എനിക്കൊരു പെണ്ണിനെ വേണമെന്ന് പറഞ്ഞ് തിരഞ്ഞ് നടക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടലന്നെ ഉണ്ടാവില്ല. മൂക്കിൽ പല്ല് മുളച്ചാലും കിട്ടൂല. അതാണ് ഇപ്പോഴത്തെ പെൺകുട്ടികളെ കണ്ടീഷൻ. ഓൾക്ക് ഇഷ്ടമല്ല അങ്ങനെ ഇങ്ങനെയൊന്നും ആണുങ്ങളെ. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ നല്ല പ്രൊഫഷണൽ ജോലിക്കാരെ തിരഞ്ഞെടുക്കുകയുള്ളൂ. ഓലും തന്നെ നല്ല പഠിച്ച് ജോലി വാങ്ങിയിട്ട് കല്യാണം കഴിക്കുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം ബുദ്ധിയുള്ള പെൺകുട്ടികളാരും അതിന് നിൽക്കണില്ല. പറഞ്ഞില്ല എന്ന് വേണ്ട. ബ്രോക്കർ ഫോൺ കട്ട് ചെയ്തു. അസ്കറിന് എന്തൊക്കെയോ ഒരു പ്രയാസങ്ങൾ നേരിടുന്ന പോലെ. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് ചോദിച്ചു, എന്താടാ എന്തു പറ്റി? അതെ, ഞാൻ വിചാരിക്കാത്തൊരു കാര്യത്തിനെ കുറിച്ചൊരു ബ്രോക്കറിൻ്റെ തലയിലേക്ക് കൊടുന്നിടുകയാണ്. ഞാൻ ഈ പ്രാവശ്യം തീരെ കരുതിയിട്ടേ ഇല്ല എൻ്റെ കല്യാണത്തിനെ കുറിച്ച്. ഇതിപ്പോൾ ഇവർ ഏതൊരു പെണ്ണുണ്ടെന്നോ അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് പത്തര മാറ്റാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. എടാ അതേതാ പെണ്ണ്? നല്ല സൗന്ദര്യമാണ്, നമ്മളിവിടെ നാട്ടിൽ അങ്ങനത്തെ കുട്ടികളില്ല, ഇപ്പം കിട്ടണേ ഉണ്ടാവുള്ളൂ, ഇനി കിട്ടൂല, അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഉണ്ട്. ഇപ്പം ആണെങ്കിൽ അങ്ങനെ ഇപ്പോഴത്തെ ബ്രോക്കറും. ഞാനെന്താ ചെയ്യുക? അതേതാടാ പെണ്ണ്? ഞങ്ങൾക്കൊന്ന് പറഞ്ഞതാടാ. ഞങ്ങൾ പെണ്ണ് അന്വേഷിച്ച് നടന്നിട്ട് കുറേ ആയി. കിട്ടേണ്ടത് കിട്ടൂല പെൺകുട്ടികൾ കേട്ടോ. പറഞ്ഞ കാര്യം തന്നെയാണ്, കിട്ടാൻ പ്രയാസമാണ്. എന്നാൽ ആ അഡ്രസ്സൊന്ന് പറഞ്ഞതാ, ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ. ഞാനൊക്കെ തിരഞ്ഞ് മടുത്തും. പിന്നെ പണി എന്തൊന്നും കാര്യമായിട്ട് പണിയില്ലാത്ത ആൾക്കാരൊന്നും പെണ്ണുങ്ങൾക്ക് പറ്റണില്ല കേട്ടോ. നല്ല പഠിച്ച ജോലിയുള്ള നല്ല ക്യാഷ്ലിയായ ആളുകളാണ് ഇപ്പോൾ പെൺകുട്ടികൾ നോക്കുന്നത്. ഓൽക്കൊരു ജീവിതത്തിന് സുഖം വേണമെന്നുണ്ട്. അങ്ങനെ കൂലിപ്പണിക്കാരൊന്നും ഇപ്പോൾ ആർക്കും പറ്റുന്നില്ല. കൂലിപ്പണിക്കാർക്കും വേണ്ടടോ പെണ്ണ്. അതിനിപ്പോൾ ആരാ ഒരുങ്ങണത്? പിന്നെ എന്നോട് ആ ബ്രോക്കർ അങ്ങനെ പറഞ്ഞിരിക്കണമെങ്കിൽ ഞങ്ങൾ പോയി നോക്കിക്കോ. എനിക്ക് പറ്റുകയാണെങ്കിൽ നോക്കിക്കോ.
നിക്കാഹ് കഴിച്ചിടാൻ പറ്റണേ കഴിച്ചു, നിൻ്റെ ഗൾഫിലേക്ക് പോയാൽ പോരെ. അസ്കർ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അതാ നടക്കുകയാണ്. ഇജ്ജ് ടെൻഷൻ ആവണ്ട, എനിക്ക് എൻജോയ്മെൻറ്റിന് ഞങ്ങളൊക്കെ ഉണ്ടാവും. വേണമെങ്കിൽ ഇജ്ജ് പോയി നോക്കിക്കോ, എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇങ്ങനെ നിക്കാഹ് കഴിച്ചാൽ പോരെ. ഞാൻ തീരെ വിചാരിച്ചിട്ടില്ലായിരുന്നു ഇപ്രാവശ്യം. ഞാനിപ്പോൾ വരട്ടോ. അസ്കർ അതാ അവൻ്റെ ബുള്ളറ്റിൽ ചാടി കയറി നേരെ വീട്ടിലേക്ക്. ഉപ്പാ ഉപ്പാ. എന്താടാ? നിങ്ങൾ ആ ബ്രോക്കറോട് എന്താ പറഞ്ഞത്? എനിക്ക് കല്യാണത്തിനെ കുറിച്ച് കാര്യം പറഞ്ഞോ? ഞാൻ ഇപ്രാവശ്യം വിചാരിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞതല്ലേ. അതിനെന്താടാ, എനിക്കൊന്ന് കണ്ടുപോരി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ ഇജ് ഇപ്പോൾ കെട്ടണമെന്നില്ല, ഒന്ന് നിക്കാഹ് കഴിച്ചാണ്ട് പോയിക്കോ, കല്യാണമൊക്കെ പിന്നെ വന്നിട്ടാക്കാം. എൻ്റെ പൊന്നാര ബാപ്പ, നിങ്ങൾ എന്ത് വണ്ടിയും വലിയാണ് ഉണ്ടാക്കി വെച്ചിരിക്കണത്? എനിക്ക് അതിനൊന്നും താല്പര്യമില്ല. ഇപ്പോൾ പറയണ അയാൾ അങ്ങനത്തെ പെൺകുട്ടികളെ ഈ നാട്ടിലില്ല, വീട്ടിലില്ല, പരിസരത്തില്ല, അത് ഭയങ്കര നഷ്ടമായിരിക്കും, അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് അയാൾ ഇങ്ങോട്ട് ഓരോന്നിങ്ങോട്ട് പറഞ്ഞ് എന്നെ അങ്ങോട്ട് അങ്ങോട്ട് മയക്കിയെടുത്തു. അതാണ് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ഓടി കതിച്ച് വന്നത്. ഞാൻ എൻ്റെ ഫ്രണ്ട്സുകളെ കൂടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഓൽക്കൊക്കെ പെണ്ണില്ലാത്ത പ്രശ്നമുണ്ട്, അങ്ങനെയാണെങ്കിൽ ഓല് കാണാൻ പോയിക്കോട്ടെ എന്നൊക്കെയാണ് പറയണത്. ഞങ്ങൾ പോയിക്കോളാം, അഡ്രസ്സ് കൊണ്ടാ. അസ്കറേ, മിണ്ടി പോകരുത്. ഇപ്പം എന്താ എനിക്ക് വേണ്ടാത്ത എൻ്റെ കൂട്ടുകാർക്കായി കൊടുക്കണത്? അനാവശ്യം പറയരുതിൻ്റെ മുമ്പിൽ നിന്നിട്ട്. എന്തനാവശ്യം? ഒരു പെണ്ണല്ലേ, പെണ്ണിനൊക്കെ ഇപ്പോൾ ഓൽക്കൊക്കെ പെണ്ണുങ്ങൾക്ക് ആവശ്യമാണേ. ഓലൊക്കെ പെണ്ണ് കെട്ടാത്ത ചെക്കന്മാരാണ്, എൻ്റെ കൂട്ടത്തിൽ ആരും കെട്ടൂരില്ല. ഓലതൊക്കെ കല്യാണം നോക്കുന്നുണ്ട്, റെഡി ആകായിട്ടാണ്. അസ്കറേ, ആ പെണ്ണിനെ കെട്ടിക്കുകയാണെങ്കിൽ ഈ തറവാട്ടിക്കൊള്ളെത്തണം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ എൻ്റെ ചങ്ങായിമാർ കെട്ടിക്കൊണ്ടേ ഇങ്ങോട്ട് എത്തോള്. ഇപ്പം നിങ്ങൾക്ക് എന്താണ് ഇത്ര നിർബന്ധം? ഞാൻ പറഞ്ഞില്ല എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ട എന്നുള്ളത്. എന്നാൽ അസ്കറേജ് കേട്ടോ, ഈ കല്യാണം ഇജ് നടത്തിയില്ലെങ്കിൽ, ആ പെണ്ണിനെ ഇജ് കാണാൻ പോയിട്ടില്ലെങ്കിൽ, ഓളെ നിക്കാഹ് കഴിച്ചിട്ടില്ലെങ്കിൽ, പിന്നെ എൻ്റെ ഒരു കല്യാണത്തിനും ഈ ബാപ്പ നിൽക്കൂല കേട്ടോ. ഇജ് ഒറ്റക്കാണ്ട് ചെയ്തുകൊണ്ട് പിന്നെ എന്നെ കാക്കരുത്. പറഞ്ഞില്ല എന്ന് വേണ്ട. ഉപ്പ ദേഷ്യത്തോടെ അകത്തേക്ക് പോയി. അസ്കറിനത് കേട്ടപ്പോൾ വല്ലാത്ത പേടിയായി. ബാപ്പ പറഞ്ഞാൽ പറഞ്ഞതാണ്, വലിയ വാശിക്കാരൻ തന്നെയാണ്. എന്തപ്പോൾ ഞാൻ ചെയ്യുക? അസ്കർ പെട്ടെന്ന് അതാ ഉമ്മയുടെ അടുക്കലേക്ക് പോകുന്നു. ഉമ്മ ഉമ്മ. എന്താ മോനെ? ഉമ്മ നിങ്ങൾ കേട്ടോ, ബാപ്പ എന്നെ പെണ്ണ് കെട്ടാൻ നിർബന്ധിക്കുകയാണ്. അവിടെ ഏതൊരു പെണ്ണുണ്ട്, അവളെ കെട്ടണം എന്നൊക്കെയാണ് പറയണത്. ബാപ്പാക്ക് അങ്ങനെ പലതും പറയാനുണ്ടാവും. അല്ല, ഈ പെണ്ണ് കെട്ടായിട്ട് ബാപ്പാക്ക് ഇപ്പം എന്തത്ര നിർബന്ധം? എനിക്ക് ലീവ് ഉണ്ടോ ഇതിന്? ഉമ്മ, ഞാൻ 1 മാസത്തിന് വന്നതാണ്, ഞാൻ തിരിച്ചു പോവും. അതെന്തപ്പോൾ ബാപ്പാക്ക് ഇത്രയും നിർബന്ധം? ഈ അതിനൊന്നും നിൽക്കണ്ട, അയാൾക്ക് അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ ആ പെണ്ണിനെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടുവന്നിട്ട് 1 മാസം ഒന്ന് ഇയ്യാണ്ട് പോവും, പിന്നെ ആ കുട്ടി എടുങ്ങാറാവൂലേ? അല്ലെങ്കിലും പെണ്ണുങ്ങൾ എടുങ്ങാറാക്കണിന് എൻ്റെ ബാപ്പാക്ക് യാതൊരു മടിയില്ല. ഞാനൊക്കെ ഇവിടെ സഹിച്ചു നിന്ന് പോരാണ് സത്യമായിട്ടും. പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോയാലോ എന്ന് പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ 2-3 മക്കളൊക്കെ വിട്ട്. ഉമ്മ, നിങ്ങൾക്ക് എന്താണ്, എന്ത് പ്രശ്നം? ഉപ്പ നിങ്ങളെന്തേലും പറയാറുണ്ടോ? ഒന്നുമില്ല മോനെ, മക്കളോട് പറയാൻ പറ്റാത്തതാണ് അതൊക്കെ. എന്തേ ഉമ്മ? ഒന്നുമില്ല, അത് ബാപ്പാൻ്റെ ഓരോ സ്വഭാവങ്ങളെ. പ്രായം എത്ര ആയിക്കണമെങ്കിലും പെണ്ണുങ്ങളെ പോതി തീർന്നിട്ടില്ല. അത് ഞാനുണ്ടായിട്ട് പോലും ഇവിടെ പണിക്ക് വരുന്ന പെണ്ണുങ്ങളോടൊക്കെ മൂപ്പർക്ക് അധികം ഒരു സ്നേഹം വർത്താനമാണ്. ഓരോട് അധികം ഒരു കൊഞ്ചലും കുഴയലൊക്കെയാണ്. സത്യം പറഞ്ഞാൽ എനിക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു വിഷമമാണ്. എനിക്ക് ഇപ്പം എന്തിനാ എന്നെക്കൊണ്ട് അത്ര പെണ്ണ് കെട്ടിക്കാൻ അത്ര തിരക്കൂടണ്? അത് അടുത്ത വർഷമൊക്കെ പോരെ? അതന്നെ ഉമ്മ ഞാൻ പറഞ്ഞത്. ഇപ്പം എനിക്ക് താല്പര്യമില്ല. അതുമല്ല, ബ്രോക്കറിനെ വിളിച്ചിക്കാണ്, നല്ലൊരു പെൺകുട്ടിയുണ്ട്. എന്താ പറഞ്ഞ, 10 മാറ്റാണ്, മാണിക്യ കല്ലാണ്. പിന്നെന്താ പറഞ്ഞത്, ആര് കണ്ടാലും കൊത്തിക്കൊണ്ടു പോകും. പിന്നെ അങ്ങനെയുള്ള കുട്ടികളെ ഈ പരിസരത്തില്ല, ഈ നാട്ടിലില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇന്നെ എന്തൊക്കെയാണ് പറഞ്ഞു. ഞാൻ നേരെ ഇങ്ങോട്ട് പോന്നതാണ്. എൻ്റെ ഫ്രണ്ട്സുകളുടെ ഇടയിൽ നിന്നാണ് വിളിച്ചത്. അയാൾ ഫോൺ വെക്കണില്ല. അല്ലെങ്കിലും ഓനക്ക് പണി ബാപ്പാക്കും പെണ്ണ് നോക്കൽ തന്നെയാണ്. കുറേ അങ്ങനെ വരലുണ്ട്, കുറേ ഇരുന്ന് വർത്താനം പറയലും കാണാം ഓൽ രണ്ടാളും. അയാളെ തന്നെ ഇവിടുന്ന് അടിച്ചോടിക്കണം, എന്നാലേ ശരിയാവുള്ളൂ. ബാപ്പാക്ക് ഇനിയും പെണ്ണ് കെട്ടാനും ബോധ്യമുണ്ട് മോനെ.
ഞാൻ എൻ്റെ മോനായിട്ട് എന്നോട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. സത്യമായിട്ടും എൻ്റെ ബാപ്പ എത്ര പ്രായമായിക്കണല്ലോ. എൻ്റെ ബാപ്പാക്ക് ഇനി പെണ്ണിട്ടാൻ പൂതിയാണെടാ. സത്യമാണ്. ഇടയ്ക്കിടയ്ക്ക് അയാൾ ഓരോ ഇതായിട്ട് വരും, ഓരോ പെണ്ണുങ്ങളെ പേരും പറഞ്ഞു വരും. എവിടേക്ക് കാണാനും പോലുണ്ട് തോന്നുന്നുണ്ട്. പക്ഷേ അതൊന്നും മൂപ്പർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല തോന്നുന്നുണ്ട്. സ്വത്തും മുതലും പണം കുറേ ഉണ്ടായാലും കേടാണ്. ആണുങ്ങളെ സ്വഭാവം ഇങ്ങനെ ആയിത്തീരും. അധികം ആണുങ്ങളും ഇങ്ങനെ തന്നെയാണ്. ഉമ്മ, നിങ്ങൾ വിഷമിക്കണ്ട. ബാപ്പാക്ക് ഇപ്പം പണത്തിൻ്റെ മേലെ എന്തും ആവാന്നാണ്. ഇനിയിപ്പോൾ മൂപ്പിച്ച് കൊടുക്കാൻ മറ്റേ ബ്രോക്കറുണ്ടല്ലോ, അയാൾ പറയണ്ടാവും നിങ്ങൾക്ക് നോക്കാനുള്ള സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ടല്ലോ, പിന്നെന്താ കിട്ടണേന്. ശരിയാണ് മോനെ, ഞാൻ എന്നോട് ഇതൊന്നും പറഞ്ഞിട്ടില്ല, പറയാൻ പറ്റിയിട്ടുമില്ല. പിന്നെ അയാളോട് പലവട്ടം ബ്രോക്കർ വന്ന് പറയാറുണ്ട്. എന്താ നിങ്ങൾക്ക് കുഴപ്പം? നിങ്ങൾക്ക് എന്താ ആരോഗ്യമല്ലേ, സ്വത്തില്ലേ, സമ്പത്തില്ലേ, പിന്നെന്താ നിങ്ങൾക്ക് ഇനിയിപ്പോൾ 2 പെണ്ണുവാണെങ്കിൽ അതും കെട്ടാം എന്നങ്ങനെ പറഞ്ഞ് മൂപ്പിക്കും. അങ്ങനെയൊക്കെ പറയുമ്പോൾ അയാൾക്ക് പൈസ എടുത്തു കൊടുക്കും. പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോയി നോക്കും. അതൊക്കെയാണ് പണി. സത്യം പറഞ്ഞാൽ ബേജാറാണിത്. എനിക്ക് സമാധാനമില്ലടാ. ഉമ്മാൻ്റെ കുട്ടിയൊന്നും ബാപ്പാൻ്റെ ഈ പഠിപ്പ് ഒരിക്കലും പഠിക്കരുത് കേട്ടാ. ബാപ്പ എന്തുകൊണ്ട് പറയല്ല, സ്വഭാവം മഹാമോശമാണ്, അങ്ങനെയൊന്നും പാടില്ല. എത്ര ഹജ്ജ് ചെയ്തിട്ടും ആചാരായിട്ടും എന്താ, അതിൻ്റെ സ്വഭാവം അങ്ങനെയൊക്കെ തന്നെയാണ്. ഉമ്മ കുറേ സഹിച്ചിക്കണ്. കുറേ സഹിക്കാൻ കഴിയാതാവുമ്പോൾ ഞാൻ പറയും, നിങ്ങളെ ഇതെന്താ എപ്പോഴും തീർന്നിട്ടില്ലേന്ന്. അപ്പം എന്നോട് പറയും, അനക്കെന്താ പോണെങ്കിലാണ് പോയിക്കൂടെ, ഈ പെന്തിന് ഇവിടെ നിൽക്കണം എന്ന് ഞാൻ എന്നോട് പറഞ്ഞിക്കണോ? അതെ, ഞാൻ 1 മാത്രമല്ല 2, 3 കിട്ടും, അനക്കെന്താ എന്നൊക്കെയാണ് എന്നോട് പറയൽ. സത്യം പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ മിണ്ടാതെ നിൽക്കുകയാണ്. ഞാൻ എൻ്റെ മക്കളെ വിചാരിച്ചാണ് ഇവിടെ നിൽക്കുന്നത്. മോനെ, ഒരു പെണ്ണിനും കൂടി പറഞ്ഞിരുന്നു, അത് നമ്മളെ വീട്ടിൽ പണിക്ക് വന്നിരുന്നല്ലോ, അയാളെ വീട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ പറഞ്ഞത്, അതെനിക്ക് തോന്നുന്നു എൻ്റെ മോനക്ക് വേണ്ടിയിട്ടാണെന്ന്. സത്യമായിട്ടും എനിക്ക് പേടിയാണടാ. ഉപ്പ പറഞ്ഞുണ്ടാക്കല്ലേ, എന്തെങ്കിലുമൊക്കെ ഇതുണ്ടാവും. ഉമ്മ, സത്യമായിട്ടും ഇപ്പം എന്നെ നിർബന്ധിക്കുകയാണ് പെണ്ണ് കാണാൻ പോകാൻ വേണ്ടിയിട്ട്. ബ്രോക്കർ നിർബന്ധിക്കുകയാണ്. നല്ല കുട്ടിയാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. മോനെ, ഫോണിന് കുഴപ്പമില്ല, നല്ല സൂക്ഷിച്ചും കണ്ടൊക്കെ എൻ്റെ കുട്ടി നോക്കണം കേട്ടോ. അല്ലാതെ ഉമ്മ, ഇപ്പം ഞാൻ വിചാരിക്കുന്നതില്ല. ഇപ്പം അതിനെക്കുറിച്ച് എനിക്ക് തീരെ ചിന്തയില്ല. ഉപ്പാൻ്റെ ഈ സ്വഭാവം കൂടി നിങ്ങൾ പറഞ്ഞത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ കല്യാണത്തിനെ കുറിച്ച് എനിക്ക് ചിന്തയില്ല. ഇല്ല, ഇപ്രാവശ്യം ഞാൻ ഒരിക്കലും പോണില്ല. അടുത്ത പ്രാവശ്യം വന്നിട്ടാക്കാം. മോനെ, അഥവാ എൻ്റെ കുട്ടി ഓളെ കെട്ടുകയാണെങ്കിലും എൻ്റെ കുട്ടി ഓളെ നിക്കാഹ് കഴിച്ച് ഗൾഫിലേക്ക് കൊണ്ടുപോകണം കേട്ടോ. ഇവിടെ ഒറ്റക്ക് നിർത്തരുത്. ഉമ്മാൻ്റെ അപേക്ഷയാണ്. ഇമ്മാക്ക് ഇവിടെ പണിക്കാരത്തിയാളും ഒക്കെ ഉണ്ട്. വീട്ടിൽ പണിയെടുക്കാൻ വേണ്ടിയിട്ടൊന്നും ഒരിക്കലും മരുമകൾ നിർത്തേണ്ട ആവശ്യമില്ല. എൻ്റെ കുട്ടി പെണ്ണിട്ട് കഴിഞ്ഞാൽ ഓളെ ഗൾഫിക്ക് കൊണ്ടുപോകണം. അതാണ് ഉമ്മാൻ്റെ ആഗ്രഹം. ഉമ്മ, ഇൻഷാ അല്ലാ അതൊക്കെ അപ്പം ആലോചിക്കാം. ഇപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. മോനെ അസ്കറേ, ഇതൊന്നും ബാപ്പ. അപ്പോഴേക്കും അതാ ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് ഹുസൈനാജി കടന്നു വരുന്നു. എന്താ ഉമ്മാക്കും മോനക്കും അവിടെ ഒരു പുറവർക്കൽ? മോനെ, അങ്ങോട്ട് പോയിക്കോ, ഉമ്മാക്ക് പേടിയാണ്. ഉപ്പ ദേഷ്യം പിടിച്ച് അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നല്ല രീതിയിൽ ചീത്ത പറയും. എന്താ തള്ളി മോനും കൂടി നല്ല വർത്താനം? അസ്കറേ, പറഞ്ഞില്ലാന്ന് വേണ്ട. ഞാൻ പറഞ്ഞത് ഇജ്ജ് കേട്ടിട്ടില്ലെങ്കിൽ അനക്കന്നെ ഈ കാര്യം വലിയ നഷ്ടട്ടാ. പിന്നെ വന്ന് ബാപ്പ പെണ്ണിട്ടെന്ന് പറഞ്ഞാലേ അതിന് നിൽക്കാനൊന്നും എന്നെ കിട്ടൂല. അതെൻ്റെ ഇഷ്ടം പോലെയാണ് ചെയ്യേണ്ടി വരും. പറഞ്ഞില്ലാന്ന് വേണ്ട. ഉപ്പ ദേഷ്യം പിടിച്ചുകൊണ്ട് അതാ പുറത്തേക്ക് പോകുന്നു. മോനെ, എന്തപ്പോൾ ചെയ്യുക? നല്ലതാണെങ്കിൽ എൻ്റെ കുട്ടി കെട്ടിക്കോ, അല്ല അപ്പം എന്താ ചെയ്യാൻ? ഉപ്പയാണെങ്കിൽ അത്ര ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. ഉമ്മ, ഞാൻ ഈ പ്രാവശ്യം തീരെ വിചാരിച്ചിട്ടില്ല. ഞാൻ ഇൻഷാ അല്ലാ അടുത്ത പ്രാവശ്യം, ഈ പ്രാവശ്യം ഉപ്പാക്ക് എന്നെ ദേഷ്യമായിരിക്കും. എന്നെ കാണുന്നിടത്തോളം ഉപ്പാക്ക് എന്നോട് ഇനി ദേഷ്യം തന്നെയായിരിക്കും. ഇനിയിപ്പോൾ ആ മജീദ് അയാൾ എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കണം, എന്തൊക്കെയാവോ. അയാൾ ഇനി എന്നെ വിളിക്കാഞ്ഞാൽ മതിയായിരുന്നു. അതുള്ളൂ ഞാൻ ആഗ്രഹിക്കണത്. അപ്പോഴിതാ മജീദ് ഉപ്പാക്ക് വിളിക്കുന്നു. പൊന്നാരൻ്റെ ആചാര്യ, നിങ്ങളെ മോനോട് ഞാൻ നല്ലോണം പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കണേ. ചങ്ങായിക്ക് മനസ്സിലാണില്ലതേ.
ചെക്കൻ എന്താ നല്ല തങ്കപ്പെട്ട കുട്ടി എന്നൊക്കെ പറഞ്ഞ് ഏത് ചെക്കന്മാരും ചാടി വീണൊന്ന് കാണാനെങ്കിലും പോലെ ഇതിനെന്താ അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ലേ? എടാ ഓനോട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാനേ വേണ്ട. ഓനോട് ഞാൻ തന്നെ നേരിട്ട് പറഞ്ഞിക്കണ്. ഇതിമ്മൽ എൻ്റെ കല്യാണം ഉറപ്പിക്കുകയാണെങ്കിൽ ഈ നാടും പരിസരം മുഴുവൻ ആളുകൾ കൂടുന്ന നല്ലൊരു കല്യാണം ഇവിടെ നടക്കും. അതല്ല ഇത് ഒഴിവാക്കിയിട്ട് എൻ്റെ ഇഷ്ടം പോലെ വേറെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇതാ ഇന്നെ കാക്കണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞിക്കണ്. പൊന്നാരാജേരെ നിങ്ങൾ അങ്ങനെയൊന്നും പറയല്ലേ. മോനെ ഇനിയും പറഞ്ഞ് നമുക്ക് റെഡിയാക്കാലോ. നിങ്ങൾ അപ്പോത്തിന് ദേഷ്യപ്പെടില്ലേ? ബാപ്പ ദേഷ്യം പിടിച്ചുകൊണ്ട് അകത്തേക്ക് തന്നെ അത് പോകുന്നു. തള്ളിയും മോനും കൂടി ഒത്തിട്ട് ഈ കല്യാണം എങ്ങാനും ഇല്ലാതാക്കിയിട്ടുണ്ടെങ്കിൽ ബാക്കി ഞാൻ പറഞ്ഞിട്ടുണ്ട്. മോനെ ഈ പറഞ്ഞ് കേട്ടില്ലേ? എൻ്റെ കുട്ടീനെ ഒന്ന് കാണാൻ പോയിക്കോളി. പറ്റുകയാണെങ്കിൽ ഹയറാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ. അല്ല എന്താ? പിന്നെ ഉമ്മ പറഞ്ഞ കാര്യം മറക്കരുത് കേട്ടോ. ഉമ്മ എന്ത്? മോനെ കെട്ടുകയാണെങ്കിൽ തന്നെ എൻ്റെ കുട്ടി കൊണ്ടുപോകണം. ഇവിടെ നിർത്തരുത് കേട്ടോ. ഉമ്മ നിങ്ങൾ പേടിക്കണ്ട. ഞാൻ ഇപ്പോൾ കല്യാണമൊന്നും കഴിക്കണില്ല. ഞാൻ ഇനി അടുത്ത വരവിനെ ഞാൻ ഇപ്പോൾ കരുതി വന്നിട്ടില്ല ഇതിനെ. പിന്നെന്താ മോനെ കരുതി വരാമെന്ന് വെച്ചാൽ ഇവിടെ ഇനിയിപ്പോൾ സ്വർണത്തിനാണെങ്കിലും പണത്തിനാണെങ്കിലും ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. അതൊക്കെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുമല്ലോ. ചിലവിൻ്റെ കാര്യത്തിലാണെങ്കിൽ അതും ബുദ്ധിമുട്ടില്ല. എല്ലാം ക്യാഷൊക്കെ സ്റ്റോക്കല്ലേ. പിന്നെ ഉമ്മ അതല്ല, മനസ്സുകൊണ്ട് ഒന്ന് ഒരുങ്ങണ്ടേ നമ്മൾ കല്യാണത്തിന്? വെറും ക്യാഷും സ്വർണവും മാത്രമല്ലല്ലേ വേണ്ടത്. മോനെ എൻ്റെ ഇഷ്ടം പോലെ ചെയ്യേ. ഉമ്മ നിർബന്ധിക്കണില്ല കേട്ടോ. ഇനി ഉപ്പാനെ ധിക്കരിച്ച് പോയിട്ട് ഉപ്പ ഒന്നിനും കൂടുതലാന്ന് പറഞ്ഞാൽ വലിയ വാശിക്കാരനുമാണ്. എന്തപ്പോൾ ചെയ്യാം? ഉമ്മ നെടുവീർപ്പിട്ടു. അന്ന് രാത്രി ഷമ്മാസിൻ്റെ വീട്ടിൽ നവാസിൻ്റെ ഭാര്യ ഉമ്മയുടെ അടുത്തേക്ക്. ഉമ്മ എന്താ? പതിവില്ലാതെ വിളി കേട്ടപ്പോൾ ഉമ്മ ശരിക്കും വിചാരിച്ചു ഇവളിപ്പോൾ എന്തിനായിരിക്കും. ഉമ്മ പിന്നെ ഷാമോനോട് ആ കല്യാണക്കാരെന്ന് പറഞ്ഞാലോ? ഏത് കല്യാണക്കാര്യം? അതല്ലേ എൻ്റെ ആങ്ങളുടെ കുട്ടീൻ്റെ. ഞാൻ ഓലോടത് ആദ്യം തന്നെ പറഞ്ഞു വെച്ചീനു. അപ്പോൾ ഓനോടൊന്ന് പറഞ്ഞാൽ ഒന്ന് പോയി കണ്ടോട്ടെ ഓന് അല്ലേ? അതിപ്പോൾ കുടുംബത്തിന്ന്. അതിനെന്തമ്മ കുടുംബത്തിന്നെന്ന് വിചാരിച്ചിട്ട്? അത്ര വലിയ കുടുംബം ഉണ്ടപ്പോൾ. അതല്ലേ കുടുംബത്തിന്ന് കഴിയുന്നത് ഒഴിവാക്കുകയല്ലേ നല്ലത്. നിങ്ങൾക്ക് ഇഷ്ടമല്ലേ വേണ്ട. അല്ല അപ്പം എന്താ? അല്ല എനിക്ക് ഇഷ്ടക്കേട് എന്നല്ല. ഇനിയിപ്പോൾ ഓനോടൊന്ന് ചോദിച്ചു നോക്ക്. എന്താണാവോ? സത്യം പറഞ്ഞാൽ ഉമ്മാക്കത് തീരെ ഇഷ്ടമില്ലായിരുന്നു. കാരണം ഇവരുടെ സ്വഭാവം തന്നെ ഇങ്ങനെ. പിന്നെ ഇനിയിപ്പോൾ ആ കുടുംബത്തിൽ നിന്ന് ഒന്നുകൂടി ഇങ്ങോട്ട് വരുമ്പോൾ സത്യം പറഞ്ഞാൽ ഉമ്മാക്കത് തീരെ ഒരു താല്പര്യമില്ലാത്ത വിഷയമായിരുന്നു. ഉമ്മ നിങ്ങളൊന്ന് സമ്മതം തരികയെ. ഓനോടൊന്ന് പറയുങ്ങളേ. നിങ്ങൾ പറഞ്ഞാലല്ലേ ഓന് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നാളെ കാണാൻ പോയിക്കോളാം. അതല്ലേ നല്ലത്. ഓൻ ഇനി എപ്പോൾ സമ്മതിക്കുമോ അറിയില്ല. കാരണം ഓനക്കിപ്പോൾ എന്തേ ഓൻ ആ രണ്ടാം കെട്ടുകാരിയെ കെട്ടാനാ തീരുമാനിച്ചിക്കണേ. അതേ കാരല്ലേ? ഫസീലക്ക് ദേഷ്യം വന്നു. നിങ്ങൾക്ക് ഈ ദേഷ്യം കൊണ്ട് തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ കല്യാണത്തിനൊന്നും അങ്ങനെ താല്പര്യമില്ലാത്ത. ഇങ്ങനെ ഒപ്പത്തിനൊപ്പം പറഞ്ഞോലും അതിൽ പറഞ്ഞോലും എനിക്ക് വലിയ താല്പര്യമില്ല. എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴത്തിന് ഇങ്ങോട്ട് സത്യമായിട്ടും ഞാൻ കാര്യം പറയാലോ. എൻ്റെ ആ മരുവളുണ്ടല്ലോ, എൻ്റെ നുസൈബ, ഓളെപ്പോലത്തെ ഒരു മരുവളെ എനിക്ക് കിട്ടിയിട്ടില്ല. നിങ്ങളൊക്കെ കണക്കന്നെയാണ് എല്ലാവരും. എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴത്തിന് ഇങ്ങോട്ട് എടുക്കും. ഞാനിപ്പോൾ എന്താ പറയേണ്ടത്? ഞാൻ അന്നേ പറഞ്ഞേക്കണേ ഒരു കാര്യം. അല്ലെങ്കിൽ ഇപ്പം എന്താ ഓനക്കൊന്ന് കാണാമെന്ന് വിചാരിച്ചു കണ്ട് ഒന്ന് കണ്ടു പോകുന്നു വിചാരിച്ചു കണ്ട് എന്തെങ്കിലും പറ്റുമോ? പൊന്നാരൻ്റെ ഫസ്റ്റ് ഞാൻ എന്താ ഇനി ചെയ്യുക? ഓനക്ക് താല്പര്യമില്ലല്ലേ ഓന് കിട്ടുള്ളൂ. ഓൻ്റെ ചിന്താഗതി നിങ്ങൾക്ക് അറിയണമല്ലേ. ഓന് കുറച്ച് ദീനിയായ പെൺകുട്ടികളെ മതി എന്നാണ് ഓൻ്റെ കാഴ്ചപ്പാട്. എനിക്കും അത് തന്നെയാണ് താല്പര്യം. പക്ഷെ നിങ്ങളങ്ങനൊന്നും അല്ലല്ലോ. നിങ്ങൾ കുടുംബക്കാരും അങ്ങനല്ല. പിന്നെ ഓനക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ കെട്ടിക്കൊടുന്നിട്ട് എന്താക്കാനാ? ഓനക്കനുസരിച്ച് ഓൾ നിൽക്കുമോ? അതൊക്കെ അമ്മ അപ്പാണ് നിൽക്കൂലേ? എന്തായാലും ഒന്ന് നിങ്ങൾ പറഞ്ഞു നോക്കുമോ? അല്ലെ ഞാൻ പറയണ നേരിട്ട്? അല്ലെ ഞാൻ പറഞ്ഞു നോക്കിക്കോളോ ഓനോട്. അതിനേക്കാളും നല്ല നിങ്ങളെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ എന്താ പറയുക? ഇനി ഓനിപ്പോൾ വരും. വന്നിട്ട് ഇജന്നെ വേണേ കണ്ട് പറഞ്ഞു നോക്കോ.
ഞാൻ പറഞ്ഞാലൊന്നും അത് ശരിയാവില്ല. കാരണം ഇത് കല്യാണക്കാരിയാണ്. നമ്മൾ നല്ലോ സൂക്ഷിച്ചും ഒക്കെ ആലോചിച്ചും ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓനും എൻ്റെ താല്പര്യത്തിനനുസരിച്ച് കെട്ടിക്കോട്ടെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നിങ്ങളെ മാപ്പിളാരൊക്കെ നിങ്ങൾക്ക് അനുസരിച്ച് ആണ്. അതുമല്ല നിങ്ങൾ പറയും പോലെയാണ്. ഇനിയിപ്പോൾ ഓനായിട്ട് ഇപ്പോൾ എന്താ, ഓൻ്റെ ഇഷ്ടം പോലെ ഓൻ്റെ ഇഷ്ടത്തിന് എങ്ങനെ വെച്ചാൽ കെട്ടിക്കോട്ടെ, എനിക്കൊരു വിരോധമില്ല. പിന്നെ ഒരു പെണ്ണിനെ ഇഷ്ടമാണെന്നോ അത് രണ്ടാം കെട്ടുകാരിയാണെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി ഓൻ്റെ നേർക്ക് തന്നെ അല്ലേനാ, ഓൻ്റെ നേർക്കും എൻ്റെ നേർക്കും. ഇപ്പം ഞാൻ പഠിച്ചവനോട് പറയണം, പഠിച്ചോനെ എന്തൊക്കെ തന്നെയാണെങ്കിലും എൻ്റെ കുട്ടി മനസ്സിൽ അങ്ങനെ കണ്ട് ഒരു കുട്ടീനെ വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ കുട്ടീൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ, ഹൈറാണെങ്കിൽ പഠിച്ചോനെ ഓന് ഓളെ കെട്ടിക്കൊണ്ടട്ടെ, നിക്കാഹ് കഴിക്കട്ടെ. ഞാൻ ഓളെ പൊന്നു പോലെ നോക്കും. എല്ലാവരും പോലെ തന്നെയല്ലേ എനിക്ക് ഓളും. അതിപ്പോൾ ഇനി രണ്ടാം കെട്ടുകാരിയോ മൂന്നാം കെട്ടുകാരിയോ അങ്ങനെയൊന്നുമില്ല. പഠിച്ചോൻ ഏതാണോ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വിധിച്ചത് അത് കിട്ടും. അതിലിപ്പോൾ ഞാൻ പറയണത് ഹൈറാവട്ടെ എന്നാണ്. ഹൈറാണെങ്കിൽ ഇങ്ങോട്ട് എത്തട്ടെ എന്ന് ഞാൻ പറയണുള്ളൂ പഠിച്ചവനോട്, വേറൊന്നും പറയണില്ല. അപ്പം ഉമ്മാൻ്റെ മനസ്സിലൊക്കെ അതന്നെയാണ് ചിന്ത അല്ലേ, വേറൊന്നല്ല. നിങ്ങൾ തന്നെയാണ് ഈ മക്കളെ കേടെടുത്തുന്നത്. ഇപ്പോൾ ഫൈസൽ ഉണ്ടില്ല അങ്ങനെയൊക്കെ ആയത്. ഞാൻ ഓനെ കേടെടുത്തിയതാണോ? ഓനെൻ്റെ ഇഷ്ടം പോലെ കാട്ടിക്കൂട്ടി, അതുകൊണ്ട് വലിയൊരു നഷ്ടമായി. ഓളങ്ങോട്ട് പോയില്ലേ. പിന്നെ ഉമ്മ ഞങ്ങളോട് ആദ്യം പറഞ്ഞുതരാം, നിങ്ങളെ മനസ്സിൽ എപ്പോഴും അല്ലെങ്കിൽ നിങ്ങൾ ഷമ്മാസിൻ്റെ ഒപ്പമാണ്. ഓനെന്താ പറയണത്, ഓനെന്താ കാട്ടണത്, അതേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൂ. ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞാലും നിങ്ങൾക്കൊരു വിലയില്ല. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാം, ഇനിയിപ്പോൾ ഓൻ ആരെങ്കിലുമൊക്കെ കെട്ടിക്കൊടുന്നിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ തിരിഞ്ഞു നോക്കൂല കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തിരിഞ്ഞു നോക്കിയോ, നിങ്ങൾ ആ കല്യാണം കഴിഞ്ഞ ആ ഒരു മാസം തേയിണിന് മുമ്പ് നിങ്ങൾ പോയില്ലേ. പിന്നെ ഇപ്പോൾ ഈ കഥകളൊക്കെ പിന്നെയല്ല ഉണ്ടായത്, നിങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടത് ഉമ്മ പറഞ്ഞു. എന്തായാലും വേണ്ടിയില്ല, ഞാനെന്നാൽ ഷമ്മാസിനോട് കാര്യമൊന്ന് പറഞ്ഞു നോക്കട്ടെ. ഉമ്മ അത് കേട്ടപ്പോൾ ഒന്നും മിണ്ടിയില്ല. ഷമ്മാസ് വരട്ടെ. സമയം ഇത്രയായിട്ടും ഷമ്മാസിനെ ഇന്ന് കാണുന്നില്ല. ഷമ്മാസ് കരുതിയിരുന്നു ഒന്ന് ഹിജാബിക്ക് വിളിച്ചാലോ. ഈ ഒരു സമയത്ത് ഒരു പക്ഷേ വിളിച്ചു കഴിഞ്ഞാൽ എന്താവും എന്തോ. എന്നാലും ഹിജാബിക്ക് ഒന്ന് വിളിച്ച് സംസാരിക്കാൻ, അല്ലെങ്കിൽ അത് പറ്റില്ല. വീട്ടിൽ എല്ലാവരും ഉണ്ടാവില്ലേ, ആ ഒരു സമയത്ത് എൻ്റെ കോള് വരുമ്പോഴേ എല്ലാവരും അവളെ തെറ്റിദ്ധരിക്കും. വേണ്ട, പാവാണ്, എന്നെക്കൊണ്ട് ഒരാളും ബുദ്ധിമുട്ടണ്ട. എങ്കിലും ഷമ്മാസ് ഫോൺ എടുത്ത് നോക്കി. അതെ, ഓൺലൈനിലുണ്ട്, ഒന്ന് മെസ്സേജ് അയച്ചാലോ എന്ന് കരുതി. അല്ലെങ്കിൽ വേണ്ട, എക്സാം അടുത്തതല്ലേ, പഠിക്കാനുണ്ടാകും, തൽക്കാലം വീട്ടിൽ ചെന്നിട്ടാക്കാം. ഷമ്മാസ് അതാ ഉമ്മാനെ വിളിച്ച് ചെല്ലുന്നു. ഉമ്മാ, ഉമ്മാ. ആ മോന് വന്നു. മോനെ ഇന്നെന്താ കുട്ടിയെ വൈകിയത്? ഒന്നുമില്ലമ്മ, കുറച്ച് നേരം പള്ളിയിൽ നിന്ന് പിന്നെ പോയി അങ്ങനെ. എന്നാലും ഞാനൊക്കെ പേടിച്ചു. ഫസീല താഴത്ത് തന്നെ നിൽക്കുന്നുണ്ട് ഷമ്മാസിനെ കാത്തുകൊണ്ട്. അവനോട് പറഞ്ഞു നോക്കണം എന്തായാലും. ഉമ്മ പറഞ്ഞൊന്നും കാര്യമാക്കണ്ട. സത്യം പറഞ്ഞാൽ ഉമ്മാക്ക് ഭയമായിരുന്നു നവാസിൻ്റെ വൈഫ് ഷമ്മാസിനോട് കല്യാണകാര്യത്തെക്കുറിച്ച് പറയുന്നത്. ഉമ്മാക്ക് ഒട്ടും താല്പര്യമില്ലാത്ത വിഷയമായതുകൊണ്ട് തന്നെ ഷമ്മാസ് ഒരു പക്ഷേ സമ്മതിച്ചാലോ എന്നും ഉമ്മാക്ക് ഭയമുണ്ട്. ഉമ്മ ഷമ്മാസിനെ അതാ ഫുഡെല്ലാം എടുത്തു വെക്കുന്നു. ഉമ്മ ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം, അവിടെ വെച്ചോളൂ. ആ മോനെ. ഫസീല വിചാരിച്ചു ഷമ്മാസ് ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ അവൻ്റെ ഡൈനിങ് ടേബിളിൽ അറിയാതെ അവിടെ ഇരിക്കാം. അടുത്തിരുന്നിട്ട് ഉമ്മ അങ്ങോട്ട് എവിടേക്കും മാറിയാൽ ഒന്ന് സംസാരിച്ച് നോക്കണം. ഉമ്മയുടെ മുമ്പിൽ നിന്നാകുമ്പോൾ ഒരു പക്ഷേ അവനത് പറ്റില്ല. ആ ഒരു ചാൻസിന് വേണ്ടി അതാ അവളവിടെ കാത്തിരിക്കുന്നു. എന്തായാലും വേണ്ടില്ല, കാര്യങ്ങളെന്ന് അവനോട് പറയണം, അല്ലെങ്കിൽ സംഭവം അത് നഷ്ടപ്പെട്ടു പോകും. കിട്ടിയാൽ നല്ലൊരു കാര്യമാണ്, നല്ല ചെക്കനുമാണ്, പിന്നെ ബിസിനസ്സും കാര്യങ്ങളും വിദ്യാഭ്യാസവും എല്ലാം ഉള്ള ഒരാളാണ്. ഓനെ ഞങ്ങൾക്ക് തന്നെ കിട്ടണം, അതാണ് ആഗ്രഹം. ഷമ്മാസ് ഫ്രഷായി കഴുകി അതാ ഭക്ഷണത്തിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു. ഇത്താത്ത എവിടെ മക്കള്? അവരൊക്കെ ഇവിടെ മുകളിലുണ്ട്. എന്തേ പതിവില്ലാതെ? ഇക്കാക്ക എവിടെ? നവാസ്ക അവിടെ ഉണ്ട്, കുട്ടികളുടെ അടുത്ത് കളിപ്പിക്കുകയാണ്. ഷമ്മാസേ, പിന്നെ എനിക്കൊരു കാര്യം പറയാണ്ട്. എന്തിത്താത്ത? അത് ഒരു കല്യാണക്കാരിയേനോ. കല്യാണക്കാരിയോ? ആർക്ക്? നിനക്ക് തന്നെയാണ്.
അതെ, എൻ്റെ ആങ്ങളുടെ മോളുണ്ട്. ഓൾ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. അപ്പോൾ ഓൾക്ക് കല്യാണം ഇങ്ങനെ നോക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഇളച്ചനുണ്ട്, ഓനെ കൊണ്ട് നോക്കിയാലോ എന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു അവരോട്. അപ്പോഴെന്നെ ഷമ്മാസിന് മനസ്സിലായി. അതെ, ഉമ്മ പറഞ്ഞ ആ കാര്യം തന്നെ. ഉമ്മ എവിടെ? അവനൊരു നിമിഷം ചോദിച്ചു. ഉമ്മ ഇവിടെ നിസ്കരിക്കാനോ ഒറ്റ കയറിയിരിക്കണമെന്ന് തോന്നുന്നുണ്ട്. എന്താ, നമുക്ക് ഒന്ന് കാണാൻ പോയി നോക്കിയാലോ? ഇത്താത്ത, അത് വേണോ? നമ്മൾ കുടുംബങ്ങളല്ലേ. നമ്മൾ ഈ കുടുംബം തമ്മിലുള്ള ഈ ഒരു സ്നേഹം പോലും കല്യാണം കഴിച്ചതങ്ങ് ഇല്ലാതാവും. അത് കൂടുതൽ കുടുംബം ബന്ധം ദൃഢമാവുമെങ്കിലും പക്ഷെ ചെറിയൊരു പിഴവ് ഉണ്ടായാൽ തന്നെ നമ്മളെ കുടുംബത്തിൽ നിന്ന് എടുക്കുമ്പോൾ അതൊരു പ്രയാസമാണ്. കുടുംബം മൊത്തം തെറ്റാൻ ഒരു കാരണമാകും. നമ്മോട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ കുടുംബത്തിൽ നിന്ന് കഴിയുന്നത് ഒഴിവാക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത്താത്തയാണ്. ഇനിയിപ്പോൾ നിങ്ങളെ കുടുംബത്തിന് ഒരു പെണ്ണും കൂടി ഈ വീട്ടിലേക്ക് കയറി വരിക പറയുമ്പോൾ അതിനേക്കാളും നല്ലത് ഈ ഒരു ലെവൽക്ക് തന്നെയല്ലേ. ഷാമോനെ, എന്നോടുള്ള സ്നേഹം കൊണ്ട് പറയാണ്, നല്ല കുട്ടിയാണ്. പിന്നെ പുറത്തേക്ക് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എൻ്റെ സ്വഭാവത്തിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് എൻ്റെ അഭിപ്രായം? ഒന്ന് ഒരു യെസ് പറഞ്ഞാൽ നമുക്ക് നാളെ തന്നെ ഒന്ന് പോയി കാണേനോ? ഇത്താത്ത, അത് വേണോ? അതിന് നിൽക്കണ്ടല്ലോ. ഉമ്മാക്കൊന്നും വലിയൊരു താല്പര്യം ഉണ്ടാവില്ല. ഉമ്മാൻ്റെ നോക്കണ്ടേ? ഉമ്മ അങ്ങനെയൊക്കെ തന്നെയാണ്. ഉമ്മാൻ്റെ നോക്കുകയേ വേണ്ട. മോനെ, നല്ല രസമുള്ള കുട്ടിയാണ് കേട്ടോ. ഒരുപാട് ചെക്കന്മാരോളെ കെട്ടാൻ വേണ്ടി ക്യൂ നിൽക്കണം. ഞാൻ പറഞ്ഞാണ് വേണ്ട, ആർക്കും കൊടുക്കണ്ട, എൻ്റെ ഇളച്ചനെന്നെ കെട്ടിക്കോളൂ എന്ന് പറഞ്ഞതാണ്. ഷമ്മാസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇത്താത്തേൻ്റെ ബടായിക്ക് ഇപ്പോഴും ഒരു കുറവുമില്ലല്ലേ? അല്ല മോനെ, സത്യമായിട്ട് ഞാൻ പറയാണ്. ഷാമോനെ, ഈ ഉമ്മാനോട് എങ്ങനെയും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമുക്ക് നാളെ പോകാം. അല്ലെങ്കിൽ ഇപ്പോൾ അവളെ കെട്ടിച്ച് വേറെ പോകും. അവളെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അതുകൊണ്ടാണ് ഞാൻ പറയണത്. ഇത്താത്ത, അത് ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ചിന്തിക്കുന്നില്ല. ഷാമോനെ, എന്നാലും വേണ്ട, നിക്കാഹ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഹേയ്, ഇപ്പം ഞാൻ അതൊന്നും ചിന്തിക്കുന്നേ ഇല്ല സത്യമായിട്ടും. അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. പിന്നെ ഇപ്പോൾ എനിക്ക് വേണ്ടിയോളിങ്ങനെ കാത്തിച്ച് നിൽക്കല്ലേ. ഇത്താത്ത വളരെയധികം ദേഷ്യത്തോടു കൂടി അതാ മുകളിലേക്ക് കയറിപ്പോയി. അപ്പോഴേക്കും ഉമ്മ നിസ്കാരം കഴിഞ്ഞ് വന്നിരുന്നു. മോനെ, ഉമ്മ മോന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞില്ലേ? ആ ഉമ്മ ഇപ്പോൾ കഴിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഉമ്മ, നിങ്ങൾ കേട്ടോ ഇത്താത്ത പറയണത്? ആങ്ങളുടെ കുട്ടിയോ അവരെ പെണ്ണ് കാണാൻ പോകാനൊക്കെ പറയുന്നുണ്ട്. മോനെ, എൻ്റെ മോനെ, അങ്ങനൊരു ബന്ധത്തിന് താല്പര്യമുണ്ടോ? താല്പര്യം ഉണ്ടെങ്കിൽ ഉമ്മ ഒന്നും പറയണില്ല. ഉമ്മ, ഹേയ്, ഞാൻ ഒരിക്കൽ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിക്കാത്ത സംഭവമാണ്. എനിക്ക് ഇഷ്ടമേ അല്ല സത്യമായിട്ടും. അങ്ങനെ ഒരു പ്രത്യേകിച്ച് കുടുംബത്തിൽ നിന്നാകുമ്പോൾ ഒരു ചമ്മലാണ് ഉമ്മ. ഒന്നും ശരിയാവില്ല. മോനെ, ശരിയാണടാ. ഒന്നെന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ആ നവാസിനൊക്കെ വരച്ച വരമ്പ നിർത്തുവോള്. അതേ സ്വഭാവം തന്നെ ആയിരിക്കുമല്ലോ ആങ്ങളുടെ മക്കൾക്കും. അപ്പോൾ അത് മോനെ പ്രയാസമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇല്ലമ്മ, ഒരിക്കലുമില്ല. ഹേയ്, അങ്ങനെ ഇനിയിപ്പോൾ നവാസ് നിന്നോട് നിർബന്ധിക്കും പെണ്ണ് കാണാൻ പോകാൻ വേണ്ടിയിട്ട്. നീ അതിന് നിൽക്കണ്ട കേട്ടോ. അത് ശരിയാവില്ല എന്ന് തന്നെ പറഞ്ഞു. ഞാൻ ഇപ്പോൾ കഴിക്കണില്ല അങ്ങനെ പറഞ്ഞാളെ. ഉമ്മ ഷമ്മാസിന് പറഞ്ഞു കൊടുക്കുന്നു ഓരോന്ന്. ഉമ്മ, ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല ഇപ്പോൾ സത്യമായിട്ടും. മോനെ, ചിന്തിക്കാനുള്ള സമയമൊക്കെ അയക്കണേ എൻ്റെ കുട്ടിക്ക്. പക്ഷേ അത് വേണ്ട, നമുക്ക് വേറെ നോക്കട്ടാ. ഉമ്മ, ആയിക്കോട്ടെ, സമാധാനത്തിൽ, ഇൻഷാ അല്ലാ. അന്നതാ ഷമ്മാസ് ഭക്ഷണമെല്ലാം കഴിച്ച് ഉമ്മയോട് സലാം പറഞ്ഞ് റൂമിലേക്ക് കയറി വാതിലടച്ചു. അവൻ നേരെ എടുത്തത് അതെ ഫോണ് നുസൈബയുടെ ആ പേജായിരുന്നു. ആകാംക്ഷയോടെ അവനതാ മെസ്സേജ് അയക്കുന്നു. അസ്സലാമു അലൈക്കും. ഹിജാബി, ഉറങ്ങിയോ? അപ്പോഴതാ നുസൈബ അതിനുള്ള റീപ്ലൈ പെട്ടെന്ന് തരുന്നു. ഇല്ല, ഉറങ്ങിയിട്ടില്ല, ഫുഡ് കഴിച്ചിട്ടേ ഉള്ളൂ. ഹിജാബി, ഇന്നെന്താ വൈകിയത്? അത് ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ ഒരുപാട് സമയമായി വിളിക്കുന്നു ഫുഡ് കഴിക്കാൻ. പക്ഷേ ഞാൻ ഇതും കൂടി കഴിയട്ടെ എന്ന് പറഞ്ഞ് ഇപ്പോഴാണ്. ആഹാ, ഫുഡ് കഴിക്കുമ്പോഴൊക്കെ കുറച്ച് നേരത്തെ കഴിക്കുന്നതാണ് കേട്ടോ നല്ലത്. എന്നും അങ്ങനെ തന്നെയാണ്, പക്ഷെ ഇന്ന് അല്പം വൈകി. ഹിജാബി, ഒരിക്കൽ കൂടി ഞാൻ നിന്നോട് ചോദിക്കുന്നു, നിനക്ക് എന്നെ ഇഷ്ടമാണോ? അപ്പോഴും ഹിജാബിയുടെ
മറുപടി മൗനമായിരുന്നു. ഒരു നിമിഷം എന്ത് പറയണം എന്നറിയാതെ അവൾ ആലോചിച്ചു നിന്നു. ഷമ്മാസിൻ്റെ ആ വാക്കിൽ അവൾക്ക് ഒരുപാട് സന്തോഷം അവളുടെ മനസ്സിൽ നിറഞ്ഞിരുന്നു. ഇൻഷാ അല്ലാ അടുത്ത ഭാഗം കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.